ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നീറ്റാക്കി എടുക്കുക എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അവിടെ കൊടുത്തിരുന്ന ലൈറ്റുകളെ കുറിച്ച് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ ഗ്ലാഡിംഗ് ടൈലാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നേരെ പിക്ചർ ലാമ്പ് വരുന്ന രീതിയിൽ, മിറർ ലാമ്പ് വരുന്ന രീതിയിലാണ് 2 ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് താഴെ കബോർഡ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡ് ഏറ്റവും താഴെ മുട്ടാത്ത രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 അടി ഹൈറ്റ് അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് മുകളിലേക്ക് വന്നതിന് ശേഷം ടേബിളിൻ്റെ, അതായത് നമ്മുടെ ഈ ടേബിളിൻ്റെ ഹൈറ്റും വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 34 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഷ് ബേസൻ ജാഗോറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ്. അതിൻ്റെ മുകളിലായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ തന്നെയാണ് ടാപ്പ് നമ്മൾ ഉറപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കിൽ ടാപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. അത് ബോറിംഗ് വിറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ തുളയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഗ്ലാഡിംഗ് ടൈലുകളാണ് കംപ്ലീറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഗ്ലാഡിംഗ് ടൈലിൻ്റെ സെൻട്രലായിട്ട് 3 ലൈറ്റ്സ് സെപ്പറേറ്റ് കൊടുത്തു. പിന്നെ സെപ്പറേറ്റ് 2 പ്രൊഫൈൽ ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ തന്നെ പാനൽ ലൈറ്റ്സ് നമ്മൾ സീലിംഗ് ചെയ്തതിൽ പാനൽ ലൈറ്റ്സ് കൊടുത്തെങ്കിലും ഈ സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈൽ LED കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം പാനൽ ലൈറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 34 ഇഞ്ചാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ടോപ്പ് വരേണ്ടത്. അപ്പോൾ വാഷ് ബേസൻ കബോർഡിനും നമ്മുടെ ഗ്രാനൈറ്റിന് ഇടയിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഗ്രാനൈറ്റ് അതിൻ്റെ ഗ്രൂ അടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഗ്രൂ അടിച്ചിരിക്കുന്നത് വളരെ നൈസായിട്ട്, അതായത് ഒരു സ്ക്വയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗ്രൂ അടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒട്ടും തന്നെ, അതായത് ഒരു നല്ല ഫിനിഷിംഗ് രീതിയിൽ തന്നെ വാഷ് ബേസിൻ താഴെ ഉറപ്പിച്ചതിന് ശേഷം, അതായത് നമ്മുടെ കബോർഡിൻ്റെ അടിയിൽ നിന്നുള്ള ലെയർ ഉണ്ട്, അതായത് കബോർഡിൻ്റെ മുകളിലായിട്ട് ഒരു മൾട്ടിവുഡിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. അതിൻ്റെ മുകളിലാണ് നമ്മൾ വാഷ് ബേസിൻ വെക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മുടെ ടാപ്പ് കാര്യങ്ങൾ, അതിലേക്ക് വരുന്ന ആംഗിൾ കോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് കപ്ലിങ്ങിന് നേരെ വേസ്റ്റ് പൈപ്പ് കൊടുത്തേക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആംഗിൾ കോക്ക് ഉപയോഗിച്ചിട്ട് നേരെ അതിലേക്കുള്ള ടാപ്പും വെള്ളവും കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഈ സൈഡുകളിൽ ഡ്രോകൾ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇനിയിപ്പോൾ ഡ്രോകൾ ആവശ്യമില്ലെങ്കിൽ ഡ്രോകൾ കൊടുക്കണ്ട. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. താഴെ ക്ലീനിങ് വളരെ സിമ്പിളാണ്. താഴെ നിലത്ത് മുട്ടാത്ത രീതിയിലാണ് കബോർഡ് സിസ്റ്റം ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ ആയിട്ടാണ് ഗ്ലാഡിംഗ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാഡിംഗ് ടൈലുകൾ കൊടുക്കുന്നതുകൊണ്ട് ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എപ്പോഴും ഒരു നാച്ചുറൽ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ബോർഡിൽ നമ്മൾ വരുന്നത് വെച്ചാൽ ലൈറ്റുകളുടെയൊക്കെയാണ് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം തന്നെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ വരുന്ന രീതിയിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.